വെൽക്കം ടു മെൻ്റൽ മൈൻഡ്സ്. നമുക്കിന്ന് ഓംസ് ലോ എന്താണെന്ന് നോക്കാം. നമുക്ക് വെള്ളം, പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളമായിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റീനെ കൺസിഡർ ചെയ്യാം. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോ ഓഫ് ചാർജസ് ആണല്ലോ. അപ്പോൾ ഈ പൈപ്പിലൂടെ ഈ വെള്ളം ഒഴുകുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? ആ ഒരു എക്സ്ട്രാ പുഷ് കൊടുക്കുന്നത് നമുക്ക് വോൾട്ടേജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ആ പൈപ്പിലൊരു ബ്ലോക്കേജ് വരുന്നതിനെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു വാട്ടറിന് ആ ഒരു പുഷ് കിട്ടുമ്പോൾ വാട്ടർ അല്ലെങ്കിൽ കറണ്ട് നന്നായിട്ട് ഫ്ലോ ചെയ്യും അല്ലേ. ഇനി നേരെ മറിച്ച് അവിടെ ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ഫ്ലോയിനെ അത് സ്ലോ ഡൗൺ ചെയ്യും. അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴും കറണ്ട് ഫ്ലോയ്ക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് ഫ്ലോ കൂടും. ഇനി നേരെ മറിച്ച് ബ്ലോക്കേജ് ആണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് കറണ്ട് ഫ്ലോ കുറയും. സോ basically Ohm's law is equal to V is equal to IR. R is Voltage directly constant proportional to and current inversely proportional to resistance when V is constant. Thank you.